ബാക്ക് ടു Xylem Learning. It's me Mufida. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ ഇലക്ട്രിസിറ്റിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് നിങ്ങൾക്ക് പഠിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കറണ്ടിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ മറ്റൊന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ, എന്തൊക്കെയാണ് അതിൻ്റെ ഇക്വേഷൻസ്, അതെങ്ങനെയാണ് പ്രോബ്ലം ആയിട്ട് വരിക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, കറണ്ടിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. I ആണ് കേട്ടോ. I is equal to ചാർജിനെ നമ്മൾ കൊടുക്കുന്ന ലെറ്റർ ആണ് Q ഡിവൈഡഡ് ബൈ ടൈമിന് T. So we got I is equal to Q by T. കറണ്ട് is equal to ചാർജ് ബൈ ടൈം. അതുപോലെ തന്നെ ഇവരെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവരുടെയൊക്കെ യൂണിറ്റുകൾ. എന്താണ് കറണ്ടിന്റെ യൂണിറ്റ്? അതിന്റെ യൂണിറ്റ് ആണ് ആംപെയർ. എന്താണ്? ആംപെയർ. എന്താണ് ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം. ടൈമിന്റെ യൂണിറ്റ് നമുക്ക് അറിയാം അല്ലേ, സെക്കൻഡ്. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. എ ചാർജ് ഓഫ് 100 കൂളം ഇസ് ഫ്ലോയിങ് ത്രൂ എ വയർ ഫോർ 5 seconds. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം എന്താണ്, ചാർജ് ഓഫ് 100 കൂളം എന്ന് തന്നിട്ടുണ്ട്, അത് അപ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് എന്താണ്, ഫോർ 5 seconds ടൈം തന്നിട്ടുണ്ട്. ഫൈൻ ദി എമൗണ്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ താഴെ അത് എടുത്തെഴുതുകയും വേണം. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ പ്രോബ്ലം അല്ലെ, ക്വസ്റ്റ്യൻ എത്ര വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആവട്ടെ, പക്ഷെ ഇങ്ങനെ നമ്മൾ എഴുതുന്നതോട് കൂടി നമ്മൾക്ക് ഒരു ഓർഡർ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയില്ലെങ്കിൽ പോലും ഈ ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തെഴുതുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷനൊക്കെ നമ്മളെ മൈൻഡിലോട്ട് അങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ചാർജ് അല്ലെ, Q is equal to 100 കൂളം എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താണ്, ഫോർ 5 seconds ടൈം തന്നിട്ടുണ്ട്, 5 സെക്കൻഡ് ആണ്. പിന്നെന്താണ് തന്നിട്ടുള്ളത്, ഒന്നും തന്നിട്ടില്ല അല്ലെ. കറണ്ട് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എത്ര? നമ്മുടെ കയ്യിൽ എന്താണ്, I is equal to Q divided by T എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. I is equal to 100 divided by 5 ചെയ്താൽ we will get 20 എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കറണ്ടിൻ്റെ യൂണിറ്റും കൂടി ഇവിടെ മെൻഷൻ ചെയ്യണം. സോ വി ഹാവ് ടു റൈറ്റ് 20 ആംപിയർ. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ ആണ്, I is equal to Q divided by T എന്ന് പറയുന്ന സിമ്പിൾ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ് കറണ്ടിൻ്റെ ഫ്ലോയും കറണ്ടിൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഡയറക്ഷനും തമ്മിൽ എന്താണ് ബന്ധം, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവിൽ നിന്നും സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലോട്ടായിരിക്കും. എന്നാൽ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. കറണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നും പോസിറ്റീവ് ടെർമിനലിലോട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സെല്ലിൻ്റെ ആണ് പറയുന്നത് കേട്ടോ. ബെസ്റ്റാന്ന് വിചാരിക്കുന്നു. റെഡി? നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ്. എന്താണ് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ദാറ്റ് ഈസ് V is equal to W എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക്. എവിടെ ചെയ്യുന്ന വർക്കാ? ചാർജിൽ ചെയ്യുന്ന വർക്കാണ് അല്ലേ. അപ്പോൾ V is equal to W by Q എന്നാണ് നമുക്കറിയാം. V എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിൻ്റെ യൂണിറ്റ് നിങ്ങൾ മനസ്സിലാക്കണം, ദാറ്റ് ഈസ് വോൾട്ട് ആണ്. W അല്ലേ, വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂളാണ്. Q നമ്മുടെ ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമാണ്. സെറ്റ് അല്ലേ? ready. So questionsiloട്ട് പോവാം അല്ലേ. How much work is done in moving a charge of 2 coulomb across 2 points having a potential difference 12 volt? ഓക്കെ, ഞാൻ പറഞ്ഞ എന്താ, ആദ്യം ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് മാർക്ക് ചെയ്യണം. സോ ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 2 കൂളം തന്നിട്ടുണ്ട്. പിന്നെയോ 2 points ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 12 volt എന്നും നമുക്കിതിൽ തന്നിട്ടുണ്ട്. സോ തന്നിരിക്കുന്ന കാര്യങ്ങൾ വേഗമായിട്ട് എടുത്തെഴുതണം കേട്ടോ. Q is equal to 2 കൂളം. പിന്നെയോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ, നമ്മളുടെ വോൾട്ടേജ് V സമം എത്രയാണ്, 12 volt എന്ന് നമുക്ക് തന്നിട്ടുണ്ട്.
സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. W ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ക്വസ്റ്റ്യൻ ആവട്ടെ ഇങ്ങനെ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ്. നോക്കുന്ന ആൾക്കാർ, നിങ്ങൾ ടീച്ചർ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കുന്ന സമയത്ത് ഓ കുട്ടിക്ക് എന്തൊക്കെയോ അറിയാം എന്ന് അവർക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ഫൈനൽ ആൻസർ തെറ്റിപ്പോയാലും ഓ ഇതൊക്കെ എഴുതിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാർക്കൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരും. ഇപ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒരു 1/2 മാർക്കെങ്കിലും നമുക്ക് അവിടെ കിട്ടും, ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെ എഴുതണം, നിർബന്ധമാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ടാവും. ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ കുറേ തിയറി ഉണ്ടാവും, അതിനനുസരിച്ച് ഒരുപാട് ഇക്വേഷൻസ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു ഓർഡർ മനസ്സിലോട്ട് വന്നോളും. ഓക്കെ, റെഡി? സോ ആൻഡ് വി ഹാവ് ദി ഇക്വേഷൻ V is equal to W/Q. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് W ആണ്. സോ W is equal to എങ്ങനെ കാണാം? W is equal to V into Q അല്ലെ. ക്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ ഉള്ളത് എന്ത് ചെയ്യും, ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അത് ഇൻറ്റു Q ആയിട്ട് മാറും. സോ വി ഗോട്ട് W is equal to V into Q. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 12 into 2 that is equal to 24. മാത്രം എഴുതിയാൻ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് W വർക്കാണ്. വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ജൂളാണ്. സോ വി ഗോട്ട് 24 ജൂൾ എന്ന് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും അല്ലേ. സിമ്പിളാണ്, ജൂളാണ് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും സിമ്പിളായിട്ട് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് അറിയണ്ടേ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടത്. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ്? വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചുള്ളത്. സോ നിങ്ങൾ ആൻസർ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ താഴെ ആൻസർ കമൻറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഏതൊക്കെയാണ് വേണ്ടതെന്നും നിങ്ങൾ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ പിന്നെ കാണാം. ബൈ, താങ്ക് യു.